വീർ സവർക്കറെ വീണ്ടും അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ തുടങ്ങുന്ന പുതിയ കോളേജിന് സവർക്കറുടെ പേര് നൽകിയതിനെതിരെ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുന്ന കോളേജിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്നതാണ് NSUIയുടെ ആവശ്യം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, എപ്പോഴാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തുന്നത്? മാത്രമല്ല, ഈ എതിർപ്പ് എന്തുകൊണ്ട് ഉന്നയിക്കുന്നു എന്നാണ് ഈ യൂണിയന്റെ വിശദീകരണം? അനു, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയോടുകൂടിയാണ് 2 കോളേജുകളുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നത്. അതിൽ ഒരു കോളേജിൻ്റെ പേര് VD സവർക്കറുടേതും അതോടൊപ്പം തന്നെ മറ്റൊരു കോളേജിന് BJPയുടെ മുതിർന്ന നേതാവായിരുന്ന സുഷമ സ്വരാജിൻ്റെയും പേര് നൽകുക എന്നതാണ് നിലവിലെ തീരുമാനം. എന്നാൽ VD സവർക്കറുടെ പേര് DUവിലെ ക്യാമ്പസിന് നൽകേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി. മാത്രമല്ല, ഈ VD സവർക്കറുടെ പേരിൽ ആരംഭിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജിന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പേര് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് NSUI പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയത്. നമുക്കറിയാം, ഇത് ആദ്യമായല്ല VD സവർക്കറിനെ കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും അപമാനിക്കുന്നത്. മുൻപ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള മുൻ ദേശീയ അധ്യക്ഷനും ഇപ്പോഴത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി കേസുകൾ തന്നെ നിലവിൽ VD സവർക്കറെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ടുണ്ട്. സവർക്കറുടെ കുടുംബം തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ പലതവണ ഇതിനകം കോടതി കയറി കഴിഞ്ഞു. അപ്പോൾ സവർക്കർക്ക് നേരെ ഇത്തരം വിമർശനങ്ങൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നടത്തുന്നു. ഇപ്പോൾ അവരുടെ വിദ്യാർത്ഥി സംഘടനയും അദ്ദേഹത്തിൻ്റെ പേരിൽ ക്യാമ്പസ് ആരംഭിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. അടുത്തിടെ രാജ്യത്ത് വലിയ തലത്തിലുള്ള സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ശൈത്യകാല സമ്മേളനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ലോക്സഭയിലും രാജ്യസഭയിലും നടന്നു. അതിനുശേഷം പിന്നീട് BR അംബേദ്കറുടെ പേരിൽ വലിയ സംവാദം നടക്കുന്ന ഘട്ടത്തിലും BJP ചൂണ്ടിക്കാണിച്ചത് VD സവർക്കർ, BR അംബേദ്കർ, സർദാർ വല്ലഭഭായ് പട്ടേൽ തുടങ്ങിയ ഭാരതത്തിൻ്റെ വീരപുരുഷന്മാരെ, ദേശീയവാദികളായിട്ടുള്ള നേതാക്കന്മാരെ അവരെയെല്ലാം അവഗണിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥിരം ശൈലിയാണ് എന്ന വാദമുഖമാണ് BJP അന്ന് ഉയർത്തിവിട്ടത്. എന്തായാലും ഇപ്പോൾ BJPക്ക് മറ്റൊരു ഉദാഹരണം കൂടി ഈ വിഷയത്തിൽ നിരത്താൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഈ സവർക്കറുടെ പേരിൽ ആരംഭിക്കുന്ന ക്യാമ്പസിനെ വിമർശിച്ചുകൊണ്ടുള്ള NSUIയുടെ ഈ കത്ത്. അനു, ഗൗതം, ഈ NSUI കോൺഗ്രസ് അംഗത്വമുള്ള സംഘടനയാണ്. ഈ ഒരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അന്തരിച്ച ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ ഇവർ അനാവശ്യമായി ഉയർത്തിയ വിവാദം കൂടി ഒന്ന് പരിശോധിക്കണമല്ലോ. കാരണം ആ സമയത്ത് ഇല്ലാത്ത ഒരു ബഹുമാനവും ആദരവുമാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്ന് തിരികെ കുറ്റപ്പെടുത്തിയാൽ ഇവർ എന്ത് രീതിയിലുള്ള വിശദീകരണമായിരിക്കും നൽകുകയും? മൻമോഹൻ സിംഗിൻ്റെ മരണം നടന്നതിന് ശേഷം പല വിവാദങ്ങൾ ഉണ്ടാക്കിയത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മരണസമയം തെറ്റായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് റോബർട്ട് വാദ്രയെ പോലുള്ള ആളുകളാണ്. അത് കഴിഞ്ഞ് പിന്നീട് കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗിന് എല്ലാ ആദരവും അർപ്പിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ സ്ഥാപിക്കുവാനുള്ള സ്ഥലം വിട്ടു നൽകുന്ന കാര്യം വരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മൻമോഹൻ സിംഗിൻ്റെ കുടുംബത്തെ അറിയിച്ചതാണ്. ആ പ്രോസസ്സ് ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഘട്ടത്തിലാണ് മറുഭാഗത്ത് ഇത്തരത്തിൽ മൻമോഹൻ സിംഗിന് സ്മാരകം പണിയാൻ കേന്ദ്ര സർക്കാർ സ്ഥലം നൽകിയില്ല എന്നൊരു അനാവശ്യ വിവാദം മല്ലികാർജുൻ ഖാർഗെ പോലുള്ള കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനും രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് പിന്നീട് വലിയ വിവാദമായി മാറി. കാരണം കേന്ദ്ര സർക്കാർ അന്നത്തെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഇത് ചർച്ച ചെയ്തു. മൻമോഹൻ സിംഗിൻ്റെ ഭൗതികദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച ശേഷം പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ നേരെ ക്യാബിനറ്റിലാണ് പോയത്. ആ മന്ത്രിസഭാ യോഗത്തിൽ മൻമോഹൻ സിംഗിന് സ്മാരകം പണിയാൻ സ്ഥലം വിട്ടു നൽകണമെന്ന കാര്യം ധാരണയിലെത്തി. അത് കഴിഞ്ഞ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അത് മൻമോഹൻ്റെ കുടുംബത്തെ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതെല്ലാം നിലനിൽക്കെ അനാവശ്യമായ വിവാദങ്ങൾ രൂപപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മൻമോഹൻ സിംഗ് ജീവിച്ചിരുന്ന ഘട്ടത്തിൽ BJP അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. മൻമോഹൻ സിംഗ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ
മാനം കെടുത്തി. കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ പാസ്സാക്കിയ ഓർഡിനൻസ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പരസ്യമായി വലിച്ചു കീറി എറിഞ്ഞത് BJP ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ അങ്ങനെ ഒരു പേരുദോഷം മൻമോഹൻ സിംഗിന് സമ്മാനിച്ചത് സോണിയാഗാന്ധിയാണ്. കാരണം സെവൻ റോസ് കോർട്ടിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ തീരുമാനിച്ചത് സോണിയാഗാന്ധിയുടെ വസതിയായ 10 ജൻപത്തായിരുന്നു. അപ്പോൾ റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രി എന്ന പേരും നട്ടലില്ലാത്ത പ്രധാനമന്ത്രി എന്ന പേരും ഒക്കെ മൻമോഹൻ സിംഗിന് സമ്മാനിച്ചത് കോൺഗ്രസ് ആണ്. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചവർ മരിച്ചതിന് ശേഷവും അത്തരം പ്രവർത്തികൾ തുടരുന്നു എന്നതായിരുന്നു BJPയുടെ ആരോപണം. അത് വസ്തുത നിരത്തിക്കൊണ്ടാണ് BJP ആ കാര്യം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം ഒരു റിമോട്ട് കൺട്രോൾ പോലെ തന്നെ ആയിരുന്നു പ്രവർത്തിച്ചത് എന്നത് ഒരു വസ്തുതയായിരുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ വലിയ തോതിൽ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്ത കോൺഗ്രസ് ഇപ്പോൾ ഈ സർവകലാശാലയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട ക്യാമ്പസിന് മൻമോഹൻ്റെ പേര് നൽകണമെന്ന് വാദിക്കുന്നതിൽ ഒരു കഴമ്പുമില്ല എന്നതാണ് BJPയുടെയും അതോടൊപ്പം തന്നെ ABVP പോലെയുള്ള സംഘടനകളുടെയും പ്രധാനപ്പെട്ട നിലപാട്. എന്നാൽ NSUI അത്തരം കാര്യങ്ങളിൽ മറുപടി പറയുന്നില്ല. മറിച്ച് VD സവർക്കറുടെ പേര് വേണ്ട, അത് മൻമോഹൻ സിംഗിൻ്റെ പേര് മതി എന്നതാണ് അവരുടെ വാദം. ഈ നജീബ് കട്ലി ഈ സ്ഥാപനത്തിന് സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അനുമതി നൽകുന്നത് 2021-ലാണ്. അതിനുശേഷം ഈ തറക്കൽ ഇടാൻ ഒരുങ്ങവെയാണ് ഈ ഒരു വിവാദമായി തന്നെ ഈ ഒരു ആവശ്യം ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്താണ് എന്നതിനെക്കുറിച്ച് വിശകലനം വന്നിട്ടുണ്ടോ ഗൗതം? അനൂപ്, 2021 ഡൽഹി സർവകലാശാല ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം എടുത്തിരുന്നു. 2 ക്യാമ്പസുകൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. അത് സംബന്ധിച്ച പേരുകളുമായി ഏത് പേരുകൾ നൽകണം എന്നതൊക്കെ ഡൽഹി സർവകലാശാല അധികൃതരും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പും തമ്മിലാണ് ഇത് സംബന്ധിച്ചുള്ള ധാരണയായത്. അതിനാൽ തന്നെ അന്നൊന്നും NSUI ഇക്കാര്യം ഉന്നയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസോ അത്തരം വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നില്ല. ഇപ്പോൾ ഈ തറക്കല്ലിടുന്ന സമയത്ത് മുഹൂർത്തത്തിൽ എന്തിനാണ് അനാവശ്യമായ ഇത്തരത്തിലൊരു വിവാദം എന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ BJPയും ഉയർത്തുന്നത്. വീർ സവർക്കറെ അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് വീണ്ടും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ തുടങ്ങുന്ന പുതിയ കോളേജിന് സവർക്കറുടെ പേര് നൽകിയതിന് എതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. ഈ ആവശ്യം ഉന്നയിച്ച് ഈ തറക്കൽ ഇടാൻ ഒരുങ്ങവേ അവസാന നിമിഷം ഈ ആവശ്യം ഉന്നയിച്ച് കത്തെഴുതിയിരിക്കുകയാണ് സംഘടന. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് ശേഷം ഈ കോളേജിന് തറക്കല്ലിടും. ഇതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം ഒരു ആവശ്യവുമായി NSUI വന്നിരിക്കുന്നു. അന്തരിച്ച പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേര് ഇതിന് നൽകണം എന്നുള്ള ആവശ്യമാണ് NSUI മുന്നോട്ട് വയ്ക്കുന്നതും. പക്ഷേ ഇതിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നുള്ള ആരോപണമാണ് മറുവശത്തു നിന്നും ഉയരുന്നതും. അനാവശ്യ വിവാദങ്ങളിലേക്ക് NSUI ഈ തറക്കല്ലിടുന്ന വേളയിൽ ഡൽഹി സർവകലാശാലയും പുതിയ കോളേജിനെയും ഒക്കെ കൊണ്ടെത്തിക്കുന്നു എന്ന ഒരു ആരോപണം കൂടി ശക്തമാവുകയാണ്.